എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രേവതി ദേവുവിന്റെ ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് വന്നിരിക്കുമായിരുന്നു. പിന്നീട് ദേവു ലക്ഷ്മിയമ്മയോട് പറയാം, അമ്മ ഞാൻ കോളേജിലേക്ക് ഇറങ്ങും കേട്ടോ എന്ന് പറയണം. ശരി ശരി, അന്ന് നീ പൊക്കോളാൻ പറയണം. പെട്ടെന്ന് രേവതി അമ്മ ഇടിച്ചു, അല്ലമ്മേ എവിടെയെങ്കിലും പൂ കൊടുക്കാനുണ്ടോ? കുറച്ചും കൂടെ ആട് ഞാൻ കൊണ്ട് കൊടുക്കാന്ന് പറയണേ. അതൊന്നും വേണ്ടാന്ന് പറയണേ. ഇങ്ങ് താട്ടമ്മയെന്ന് പറയണേ. ദേ നീ ഈ പൂവൊക്കെ കൊണ്ടേ കൊടുത്തിട്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനെ നിന്റെ അമ്മായിമ്മ നിന്നെ വഴക്ക് പറയും. അതിന്റെ ആവശ്യമുണ്ടോ? വെറുതെ എന്തിനാ മോളേന്ന് ചോദിക്കണം. ഇന്ന് ഒരു കുഴപ്പം ഉണ്ടാവില്ല, എന്റെ അമ്മായിമ്മ അവിടെ ഇല്ല, അതുകൊണ്ടല്ല ഞാൻ ഇത്ര ധൈര്യത്തോടെ ഇവിടെ വന്ന് നിൽക്കുന്നേ. ബാമാന്റിക്ക് സുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബാമാന്റിക്ക് അവിടെ ഫുഡൊക്കെ ആയിട്ട് പോയേക്കോ എന്ന് പറയണേ. ഓ ശരി, അങ്ങനെയാണോ? അന്നൊരു കാര്യം ചെയ്യുക, നീ ഈ പൂവ് ആ ലോഡ്ജിൽ കൊണ്ടേ കൊടുത്തിട്ട് ആ അണ്ണനോട് ഇച്ചിരി പൈസയും മേടിച്ചിട്ടുണ്ടോ, കുറച്ച് പൈസ തരാറുണ്ടെന്ന് പറയണേ. ശരി, ഞാൻ കൊണ്ടേ കൊടുത്തിട്ട് ഞാൻ പൈസയും വാങ്ങിച്ചുകൊണ്ട് ഞാൻ കടയിലേക്ക് വന്നേക്കാന്ന് പറയണം. അങ്ങനെ രേവതി നേരെ ലോഡ്ജിലേക്ക് ചെല്ലുവാണ്. ലോഡ്ജിലേക്ക് ചെല്ലുമ്പോൾ ലോഡ്ജിന്റെ ഓണർ അവിടെ ഇരിപ്പുണ്ട്. രേവതിനെ കണ്ടപടി ചോദിച്ചു, അല്ല രേവതി മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു കേട്ടായിരുന്നല്ലോ, ഞങ്ങളെ ആരും വിളിച്ചില്ലല്ലോ എന്ന് വേണം. അതോ, അത് പെട്ടെന്ന് നടന്ന കല്യാണം, പിന്നെ അധികം എല്ലാരും ഒന്നും വിളിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് വിളിക്കായിരുന്നെന്ന് പറയാണ്. മോള് പോയ പിന്നെയാണ് ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. മോളായിരുന്ന സമയത്ത് പൂവും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പൂവൊക്കെ ഫോട്ടോയ്ക്ക് ചാർത്തിയിട്ടേ പോളൂ. ഇപ്പൊ ഇവിടെയാണെങ്കിൽ പൂ കൊണ്ടെന്ന് വെച്ചാൽ അതൊന്നും മാല ഇടണമെങ്കിൽ അവന്മാരുടെ എത്ര സമയം ഒന്ന് പറഞ്ഞാലെന്നറിയോ, ഒന്ന് കയറി മാല ഇടുന്നേ. അല്ലണ്ട പൈസ തരാനുണ്ട്. പൈസയോ? പൈസ തന്നേക്കാം, ഇന്നത്തെ പൂവിന്റെ കൂടെ ചേർത്ത് തന്നേക്കാം കേട്ടോ. മോളെന്തായാലും വന്നല്ലേ, മോളെ മാലയും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് പൊക്കോളാൻ പറയാണ്. ഈ സമയത്ത് ഓണർക്ക് ഒരു ഫോൺ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഓണർ ഫോൺ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. രേവതി എന്ത് ചെയ്യോ, ആ ഫോട്ടോയുടെ മുന്നിൽ പോയി മാല ചാർത്തുവാണ്. മുമ്പ് രേവതി പൂ കൊടുത്തോണ്ടിരുന്ന സമയത്ത് രേവതി അങ്ങനെയാ ചെയ്തോണ്ടിരുന്നത്. വന്ന ഉടനെ പൂമാലയൊക്കെ ഇട്ട് കൊടുക്കും. എല്ലാ ദേവി ദേവന്മാർക്കെല്ലാം പൂമാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് രേവതി പോയിക്കൊണ്ടിരുന്നത്. ഈ സമയത്ത് രേവതി ഇങ്ങനെ പൂമാല ഇട്ടിട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴത്തേനും ചന്ദ്രമതിനെ കാണുന്നു. ഇത് അമ്മയാണല്ലോ, അമ്മ എന്തിനാ ഈ ലോഡ്ജിലേക്ക് വന്നേക്കുന്നത്? അമ്മയുടെ കൈ കവറുണ്ട്. ഇത് ആരെ കാണാനാ പോലും? ബാമാന്റിനെ കാണാനെന്നും പറഞ്ഞാ വീട്ടിലേക്ക് പോന്നെ, പിന്നെ എന്താ ലോഡ്ജിലേക്ക്? അമ്മയ്ക്ക് പരിചയക്കാരെല്ലാം ഇവിടെ ഉണ്ടോ? ചെന്ന് നോക്കാം എന്നോർത്തോണ്ട് രേവതി പുറകെ പോവാണ്. അങ്ങനെ ചന്ദ്രമതി ചെന്ന് മുറിയിലേക്ക് കയറുവാണ്. രേവതി പതുക്കെ അവിടെ മറഞ്ഞു നിന്നു. അപ്പൊ കാണുന്ന കാഴ്ച രേവതിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്ന ഒന്നായിരുന്നില്ല. ചന്ദ്രമതി സുധിയും കൂടെ. സുധീനെ കണ്ടതും രേവതിക്ക് ആകെപ്പാടെ അങ്ങോട്ട് വിറഞ്ഞു കയറി. ചന്ദ്രമതി സുധിയോട് പറയായിരുന്നു, ഇപ്പൊ നിന്നെ കണ്ട ഒരു ഐശ്വര്യമൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് കണ്ടപ്പോ എന്ത് വിഷമമായിരുന്നറിയാം, നിന്റെ ആ കോലം കണ്ടിട്ട്. എന്ത് കോലമായിരുന്നടാ. ഇതുപോലത്തെ 1-2 പാന്റും ഷർട്ടും ഒക്കെ മേടിച്ചാൽ മതി. ഇനിയിപ്പൊ നല്ല ഇന്റർവ്യൂവിനൊക്കെ പോകാനുള്ളതല്ലേ, നന്നായിട്ട് ഒരുങ്ങി പോണം, എന്നാ മാത്രമേ ജോബൊക്കെ കിട്ടത്തുള്ളൂ എന്ന് പറയാം. ശരിയമ്മ പറഞ്ഞു. പക്ഷെ പൈസ വേണ്ടായിരുന്നു അമ്മേ, എന്റെ പൈസ വല്ലതും ഉണ്ടായിരുന്നു ചോദിക്കാം. ഇനിയിപ്പോ കുഴപ്പമില്ലോ, പൈസ ഒക്കെ കിട്ടിയില്ലേ, ബാക്കി പൈസ എന്തിയെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഉണ്ടമ്മേ, അതെ അധികം എടുത്ത് ചെലവാക്കി കളയുകയും ചെയ്യരുത് കേട്ടോ. ഒരു ജോലി കിട്ടുന്നോടം വരെ നിന്റെ കൈ പൈസയൊക്കെ വേണ്ടേ, അതെങ്ങനെ സംഘടിപ്പിച്ചതെന്ന് എനിക്ക് അറിയത്തുള്ളൂ. പിന്നെ ജോലിക്കാന്നും പറഞ്ഞ് നീ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നിന്റെ അച്ഛന്റെ അനിയനുണ്ടല്ലോ സച്ചി, അവന്റെ മുന്നിലും ചെന്ന് ചാടാൻ നോക്കണമെന്ന് പറയണം. രേവതിക്കാണ് തല കറങ്ങുന്ന പോലെ തോന്നി. രേവതി ഒരിക്കലും വിശ്വസിച്ച കാര്യമല്ല. പെട്ടെന്ന് രേവതിയുടെ മനസ്സിലേക്ക് ആദ്യം സുധി തന്നെ പെണ്ണ് കാണാൻ വന്ന രംഗങ്ങളൊക്കെ മിന്നിമായി വേണം. പെണ്ണ് കാണാൻ വന്നും താൻ ചായ കൊണ്ടേ കൊടുക്കുന്നു. പിന്നീട് സുധിയോട് താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ, കല്യാണം കഴിഞ്ഞാലും അച്ഛനും അമ്മേനെ സഹായിക്കാനായിട്ട് പോകും, പൂമാല കെട്ടാനായിട്ടൊക്കെ. അതൊന്നും സുധിയുടെ എതിർപ്പും പറഞ്ഞില്ല. അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. തന്റെ ജീവിതം നശിപ്പിച്ചവനാണ് ഈ കൂളായിട്ടിരിക്കുന്നത്. പിന്നീട് കല്യാണത്തിൽ നിന്ന് ഒളിച്ചോടി പോയി കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ എല്ലാവരും മുന്നിൽ നാണം കേട്ട് തല കുണിച്ച് നിന്നേ. ആ രംഗങ്ങളൊക്കെ രേവതിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? രേവതി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ചന്ദ്രമതി പറയാം, ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. അവനുണ്ടല്ലോ സച്ചി, അവന്റെ മുന്നിൽ അങ്ങനെ പോയി ചാടിയിട്ടുണ്ടെ പിന്നെ എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. ആ സെക്കൻഡ് തന്നെ നിന്റെ അച്ഛന്റെ കാതിൽ ഈ വിവരങ്ങൾ എത്തും. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ സംഭവിച്ചു കൂടാന്ന് പറയണ. ശ്രുതി പറഞ്ഞേ, അങ്ങനെയൊന്നും ഇല്ല അമ്മയെന്ന് പറയണ. ഞാൻ അങ്ങനെയൊക്കെ ചെന്ന് ചാടി കൊടുക്കുവോ? എനിക്കറിയാൻ മേലെന്ന് ചോദിക്കുകയാണ്. ഇവിടെ എങ്ങനെ ഞാൻ വന്ന് നിന്നെ സഹായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു. പിന്നെ പൈസയുടെ കാര്യം, പൈസ ഇല്ലാതെ അങ്ങോട്ട് ചെന്നാൽ നിനക്കറിയാലോ, ഇപ്പൊ ഉള്ള പൈസ തന്നെ ഉണ്ടാക്കാൻ പെടുന്ന പാടെ എനിക്ക് അറിയത്തുള്ളൂ. ഇനിയിപ്പൊ അതിന്റെ പേരിൽ ഇനിയിപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും അറിയത്തില്ല. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നേ. ജോലി കിട്ടിക്കഴിയുമ്പോൾ ഞാൻ അത് തീർത്തങ്ങോട്ട് തന്നോളാം. അല്ലേലും എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ആ പൈസയും വെച്ച്. 50 ലക്ഷം രൂപ വെച്ച് ബിസിനസ് തുടങ്ങണം, 3-4 ജോലിക്കാർ എൻ്റെ കീഴിൽ ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം പോയില്ലേ അമ്മേ. ഇനിയിപ്പോൾ ആരുടെയും കീഴിൽ പോയി ഞാൻ ജോലി ചെയ്യണമെന്ന് പറയാം. ചന്ദ്രമതി പറഞ്ഞു, അതൊന്നും ഓർത്ത് നീ ഇനി വിഷമിക്കണ്ട, കഴിഞ്ഞ കാര്യമൊക്കെ കഴിഞ്ഞു. ഇനി എവിടെയും ജോലി സംഘടിപ്പിച്ച് അച്ഛൻ്റെ പൈസ കൊടുക്കാൻ നോക്ക്, എന്നാലും നിനക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ പറ്റുള്ളൂ എന്ന് പറയണം. പിന്നെ കേട്ടോണ്ട് നിൽക്കാനുള്ള ക്ഷമയൊന്നും രേവതിക്കില്ലായിരുന്നു. രേവതിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. രേവതി താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ്.
ഇത് പോയി പറയണോ, അച്ഛനോട് പറയണോ? പറയാതിരുന്ന എങ്ങനെയാ ശരിയാവുന്നേ? പറയാതിരിക്കാൻ പറ്റില്ല. പിന്നീട് ഈ രേവതിനെ കുറിച്ചായിരുന്നു സുധിയോട് ചന്ദ്രമതി പറഞ്ഞുകൊണ്ടിരുന്നേ. നിനക്ക് അന്ന് നീ ഒളിച്ചോടിപ്പന്ന എന്താണെങ്കിലും നന്നായി മോനെ, മറ്റൊന്നും കൊണ്ടല്ല. ഇല്ലെങ്കിൽ നീ ആ ഭൂക്കാരിയുടെ ഭാര്യയായിട്ട് ഇരിക്കേണ്ട വന്നേനും. ഓ എന്റെ പൊന്നെ, അതുപോലത്തെ ഒരു മരാമത്ത് നിന്റെ തലയിൽ കയറിയിരുന്നേനും. നിനക്ക് ഒരിക്കലും ഒരു ഉയർച്ച ഉണ്ടാവില്ല പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധിക്ക് സമാധാനമായി. താനാ കതിർ മണ്ഡപത്തിൽ ഒളിച്ചോടി പോയാൽ അമ്മയ്ക്ക് ഇതാണ് ദേഷ്യമൊന്നുമില്ലോ, നല്ല കാര്യം അമ്മ പറഞ്ഞേക്കുന്നേ. ഇനിയിപ്പോ അത് വിധി വന്നിരിക്കുന്ന സച്ചിക്ക. സച്ചി ഇപ്പൊ കിടന്ന് ഇഷ അണ്ണാറ വരയ്ക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു സാധനത്തിനല്ലേ അവന് കിട്ടിയേക്കുന്നേ. അവന്റെ സർവ്വ സ്വാതന്ത്ര്യം പോയെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മകനെയും മരുമകളെ കുറിച്ചുള്ള കുറെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് സുധിയോട് ചന്ദ്രമതി ഇരുന്നിട്ട്. രേവതി ഇറങ്ങി അങ്ങോട്ട് നീങ്ങുന്ന വഴിക്ക് ഇതെല്ലാം കേട്ടു. രേവതിക്ക് അങ്ങ് സഹിക്കാൻ പറ്റിയില്ല. രേവതി ഒന്ന് നേരെ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രവീന്ദ്രനെ കാണാനായിട്ട് അശോകൻ വരുന്നുണ്ട്, രവീന്ദ്രന്റെ കൂട്ടുകാരൻ. അശോകൻ എന്ന് വെച്ചാൽ എന്താ അശോകൻ, കുറെ നാളായാലേ കണ്ടിട്ട്, ഈ വഴിയൊന്നും കാണാറില്ലായിരുന്നു പറയാണ്. അല്ല വരേണ്ട ഒരു ആവശ്യം വന്നു, അതുകൊണ്ടാ വന്നേന്ന് പറയണം. ഇച്ചിരി തിരക്കായിപ്പോയി, അതുകൊണ്ട് വരാൻ പറ്റിയിരുന്നു. ശരി ശരി വാ ഇരിക്കുന്നു പറയാണ്. ഈ സമയത്താണ് നമ്മുടെ രേവതി അങ്ങോട്ട് വരുന്നത്. രവീന്ദ്രൻ കട അച്ഛാന്ന് പറഞ്ഞ് കയറി വരുവാണ്. അത് മോളെ ഇതേ അശോകേട്ടൻ വന്നിട്ടുണ്ട്, നീ എന്തെങ്കിലും കുടിക്കാൻ ചായയോ എന്തെങ്കിലും എടുക്കാൻ പറയണം. ഇപ്പൊ ഞാൻ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുമ്പത്തിന് അശോകൻ പറഞ്ഞതേ എനിക്ക് ചായ ഒന്നും വേണ്ട കേട്ടോ, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തന്നാമെന്ന് പറയണം. പെട്ടെന്ന് രേവതി അകത്തേക്ക് പോയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുക്കുകയാണ്. രേവതി അങ്ങോട്ട് പോയി. രവീന്ദ്ര എന്ത് പറ്റിയ ശാ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിന്റെ മുഖത്ത് ഭയങ്കര ക്ഷീണമൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാണ്. എനിക്കല്ലടാ ബുദ്ധിമുട്ട്, എന്റെ ഭാര്യയ്ക്ക് എന്ത് പറ്റി? ഓ എന്നാ പറയാൻ, അവൾക്ക് കുറച്ച് നാളായിട്ട് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, കൈക്കൊക്കെ ഒരു മരപ്പൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണെങ്കിൽ അങ്ങ് തല ഇറങ്ങി വീണു, ബോധം പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേനും ബ്ലോക്ക് ഉണ്ടെന്നും സർജറി ചെയ്യണമെന്നൊക്കെയാണ് പറഞ്ഞു ഹാർട്ടിന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറയണം. അതിന് കുറേ പൈസ ആവൂടാ, എവിടെ നിന്ന് പൈസ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറയണം. ഒരു 75,000 രൂപയെങ്കിലും വേണ്ടി വരുമെന്ന് പറയാണ് ഇപ്പോൾ ഉടനെ തന്നെ. അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യൂടാ, എൻ്റെ കയ്യിലാണ് പൈസ ഇല്ല. ആ പെൻഷന് വെച്ചിട്ടാണ്, പെൻഷൻ ഇതായിട്ടും കിട്ടിയിട്ടും കൂടെ ഇല്ലെന്ന് പറയാം. ഒരു കാര്യം നിനക്ക് യൂണിയൻകാരോടൊന്ന് ചോദിക്കാൻ മേലായിരുന്നോ, ഒന്ന് സംസാരിച്ച് നോക്കാൻ മേലായിരുന്നു ചോദിക്കും. ഞാൻ സംസാരിച്ച് നോക്കിയതാ, പക്ഷെ അവർ തന്നില്ല എന്ന് വേണം. അതെങ്ങനെയാ, ഇങ്ങനെയുള്ള സമയത്തൊക്കെ അല്ലേടാ സഹായിക്കണ്ടേ, അല്ലാതെ പിന്നെ എപ്പോഴേലും കിട്ടിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അവരോട് പോയി 2-3 മാസത്തെ അഡ്വാൻസ് നേരത്തെ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് രവീന്ദ്രൻ നേരെ ആ വീട് വാടകയ്ക്ക് കൊടുത്ത അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ പുള്ളിക്കാരൻ ഇങ്ങോട്ട് ഇറങ്ങി വരുക. അല്ല എന്താ രവിയേട്ടാ എന്നെ വഴിക്കെന്ന് ചോദിക്കണം. അല്ല ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി, എന്താ രവിയേട്ടൻ ചോദിച്ചോ? അല്ല ഈ മാസത്തെ വാടകയും കൂടെ കൂട്ടിയിട്ട് 2-3 മാസത്തെ വാടക ഒരുമിച്ച് തരാമെന്ന് ചോദിക്കും. ഇതെന്താ രവിയേട്ടൻ ഇങ്ങനെയൊന്നും പറയുന്നത്, നിങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് ചോദിക്കും. അല്ല എന്താ? അല്ല ആ പൈസ വേണ്ടിന്ന് ചന്ദ്രമതി ചേച്ചി മേടിച്ചോട്ട് പോയായിരുന്നല്ലോ, 3 മാസത്തെ വാടക അഡ്വാൻസ് ഇട്ട് കൊടുക്കുകയും ചെന്ന് പറയും. ആര്, ചന്ദ്രമതിയോ? അതെ. ഓ അല്ല രവിയേട്ടൻ എന്തിനായിരുന്നു പൈസ? അല്ല എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഭാര്യയ്ക്ക് ഇച്ചിരി സീരിയസ് ആണേ, അപ്പോൾ സർജറി ഒക്കെ വേണ്ടി വന്നു, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് 3-4 മാസത്തോട് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു പോകുമ്പഴി കണ്ടില്ല, അപ്പൊ ഇതായിരുന്നു പോകുമ്പഴി ഉണ്ടായിരുന്നു, അതാ ഞാൻ വന്നേന്ന് പറയാണ്. ശരി ശരി ഞാനിത് അറിഞ്ഞില്ല കേട്ടോ എന്ന് പറഞ്ഞോണ്ട് രവീന്ദ്രൻ ഇങ്ങോട്ട് പോരുവാണ്. രവീന്ദ്രന്റെ മനസ്സിലപ്പോ എന്തിനായിരിക്കും ചന്ദ്രമതി ആ പൈസ വാങ്ങിയത്? തന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തോ സീരിയസ് ആയിട്ട് കാര്യങ്ങളുണ്ട്, താൻ അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അതെന്താന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. പിന്നീട് രവീന്ദ്രൻ തിരിച്ചു വന്നിട്ട് അശോകനോട് പറഞ്ഞു, അതെ പൈസ കിട്ടിയില്ല കേട്ടോടാ, ഒന്നും വിചാരിക്കരുത്, എന്റെ കയ്യിലും എടുക്കാൻ വേറൊരു നിവൃത്തിയില്ല. എങ്ങനെ എന്തേലും വഴി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തരില്ലായിരുന്നു. ഒരു കാര്യം ചെയ്യ്, നീ ഒന്നുകൂടി ആ യൂണിയൻകാരോടൊക്കെ ഒന്ന് പോയി ചോദിക്കുക എന്തേലും വഴിയുണ്ടോന്ന്. അങ്ങനെ അശോകൻ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് രേവതി അങ്ങോട്ട് വന്നു. രേവതി കേട്ടായിരുന്നു പറയുന്നത്. രവീന്ദ്രൻ പറഞ്ഞു, എന്നാലും അവൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ആ പൈസ വാങ്ങിയത്? ആ 10-75,000 രൂപ അത് എവിടെ കൊടുക്കാനായിരിക്കും എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് രേവതി പറഞ്ഞു, അതെനിക്കറിയാം അച്ഛാന്ന് പറയണേ. മോൾക്കറിയാം, അതെങ്ങനെ? അച്ഛ ആ പൈസയും കൊണ്ട് പോയത് അമ്മ വേറെ എങ്ങോട്ടും അല്ലെന്ന് പറയാ. അമ്മ സുധീന്ദ്രനെ കാണാൻ പോയത്. സുധീന്ദ്രൻ എന്തിന്? പിന്നെ രേവതി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. താൻ അങ്ങോട്ട് ചെന്ന് വെച്ചപ്പോൾ ലോഡ്ജ് വെച്ച് ചന്ദ്രമതിനെ കണ്ടതും സുധീന്ദ്രന്റെ അടുത്തിരുന്നതായ കാര്യങ്ങളൊക്കെ. ഓഹോ, അപ്പൊ എന്നും അവള് ഫുഡും കൊണ്ട് പോകുന്ന അങ്ങോട്ട് ലോഡ്ജിലേക്കാണല്ലേ? ബാമയ്ക്ക് ഫുഡും കൊണ്ടാന്ന് പറഞ്ഞ് നേരെ സുധിക്ക് കൊണ്ട് കൊടുക്കാൻ പോകുന്നില്ല, ഇനി ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറയണേ. പെട്ടെന്ന് രേവതി, അയ്യോ വേണ്ടച്ചാ, ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കണമെന്ന് പറയണേ. ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല മോളെ, ഇതിന് തക്കതായ ശിക്ഷ അവൾക്ക് കൊടുക്കണം. അവൾ എൻ്റെ ഇവിടെ ഈ വീട്ടിൽ കിടന്നുകൊണ്ട് എനിക്കിട്ട് പണി തരാൻ നോക്കുന്നില്ലേ? എന്റെ പൈസ അടിച്ചോണ്ട് പോയവനാ, എന്റെ 10-40 വർഷത്തെ കഷ്ടപ്പാടാ അറിയാവോ? ആ പൈസ അടിച്ചോണ്ട് പോയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും അവന്റെ അടുത്തേക്ക് ചെന്നേക്കുന്നു. അവൻ ഇന്നത്തോടെ ഞാൻ പൊടിച്ചടുക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് രവീന്ദ്രനോടെ ഇറങ്ങി പോവാണ്. പെട്ടെന്ന് രേവതിക്ക് ആകപ്പാടെ വിഷമമായിപ്പോയി. അങ്ങനെ രവീന്ദ്രൻ ലോഡ്ജിൽ ചെല്ലുവാണ്. ലോഡ്ജിൽ നിന്ന് താഴെ റിസപ്ഷനിൽ ചെന്നിട്ട് അയാളോട് ചോദിക്കും, അതെ
ഈ സുധീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാള് ഇവിടെ റൂമിൽ എത്തിയിട്ടുണ്ടല്ലോ, റൂം നമ്പർ എത്രയാക്കിയാന്ന് ചോദിക്കുകയാണ്. പിന്നെ റൂം നമ്പറൊക്കെ അയാൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ നേരെ നമ്മുടെ രവീന്ദ്രൻ ആ റൂമിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. റൂമൊക്കെ തള്ളി തുറന്നങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതി സുധീന്ദ്രൻ കൂടെ കട്ടിലേലിരിക്കുമായിരുന്നു. സുധീന്ദ്രൻ ചോറ് ഉണ്ണാനായിട്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. ചന്ദ്രമതി ഒട്ടും പ്രതീക്ഷയില്ല രവീന്ദ്രൻ അപ്പം ആ സമയത്ത് അങ്ങോട്ട് വരുമെന്നുള്ളത്. രവീന്ദ്രനെ കണ്ടും ചന്ദ്രമതിയുടെ മുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെവുത്താൻ കുരിശ് കണ്ട ഒരു അവസ്ഥയായിപ്പോയി. അതുപോലെ തന്നെയായിരുന്നു സുധീന്ദ്രനും മുഖമൊക്കെ ആ പടെ വിളറി വെളുത്ത്. ഇനി എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. എന്തൊക്കെ അറിഞ്ഞിട്ടുള്ള വരവാന്നും പറയാൻ പറ്റില്ല. കുറെ സമയം ഇങ്ങനെ ഇങ്ങനെ രവീന്ദ്രൻ സുധീന്ദ്രൻ തന്നെ നോക്കിയിരുന്നു. പിന്നീട് ചന്ദ്രമതി പെട്ടെന്ന് വന്നിട്ട് രവീന്ദ്രന് മുന്നിൽ വന്നിട്ട് പറഞ്ഞു, അതേ ഞാന് ഒന്നും പെട്ടെന്ന് തന്നെ രവീന്ദ്രൻ എന്ത് ചെയ്യുക, കൈ കൊണ്ട് കാണിച്ചു എന്നെ മുമ്പിൽ നിന്ന് മാറാനായിട്ട്. ഒന്നും സംസാരിച്ചില്ല, മുമ്പിൽ നിന്ന് മാറാൻ കൈ കൊണ്ട് കാണിക്കുകയോ ചെയ്തേ. ആകെപ്പാടെ പേടിച്ചു പോയി ചന്ദ്രമതി ഇത്രയും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നു. പിന്നീട് നേരെ സുധീന്ദ്രന്റെ അടുത്തേക്ക് ഇങ്ങ് ചെന്നു. സുധീരുടെ അടുത്തേക്ക് എന്നിട്ട് അവന്റെ കാരണത്തിനിട്ട് ഒറ്റ അടി അങ്ങോട്ട് കൊടുക്കുകയാണ്. സുധി താഴെ കറങ്ങി അടിച്ച് നിലത്ത് വീണു. പിന്നീട് അവനെ പിടിച്ചേൽപ്പിച്ചിട്ട് കാരണത്ത് തലങ്ങും വിലങ്ങും അപ്പുറം ഇപ്പുറം മാറി മാറി അടിക്കുകയാണ്. ഇത് കണ്ട് ചന്ദ്രമതി അങ്ങോട്ട് വന്ന് ഇടയ്ക്ക് തടസ്സം പിടിക്കാൻ പോവാ. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഇത് നമ്മുടെ മോനല്ലേ? മോന് ഇടയ്ക്ക് കയറിയാണ്. നിന്നെ ആദ്യം ഞാൻ കൊന്നു കുഴിച്ചു മൂടും, എന്നിട്ടേ ഞാൻ ബാക്കി ചെയ്യുള്ളൂ. എല്ലാരും കൂടി എനിക്കിട്ട് പണി തരുമായിരുന്നില്ലേ ചന്ദ്രമതി? അപ്പൊ നീ ഇതിനു വേണ്ടിയിട്ടായിരുന്നു ബാമയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞ് ഫുഡും പൊതിഞ്ഞു കിട്ടി ഇങ്ങോട്ട് വന്നില്ലേ? ഞാൻ ഇത്രയ്ക്ക് എന്തായാലും പ്രതീക്ഷിച്ചില്ല ചന്ദ്രമതി. എന്റെ കൂടെ കിടന്നിട്ട് നീ എനിക്കിട്ട് പണി തരുമായിരുന്നില്ലേ? ഇവനെ പോലൊരു മകനെ, നിനക്ക് നാണമില്ലേ ചന്ദ്രമതി? ഇവനെ പോലൊരു മകനെ തീറ്റിപ്പോനായിട്ട് വന്നിട്ട്, അതും എന്റെ അടുത്തൊന്നും വന്നിട്ട്. നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പൊ ഇത്രയും കാലം എല്ലാരും പറ്റിച്ചിട്ട് ഇവൻ നടക്കുമായിരുന്നില്ലേ എന്നും പറഞ്ഞ് വീണ്ടും അടിക്കണം. അപ്പം ശ്രുതി പറഞ്ഞു, അച്ഛാ ഇനി അടിക്കരുത് അച്ഛാ, അടിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. നിന്നെ അടിക്കാതിരിക്കാനോ? അത് ഞാനോ? ഒരിക്കലും ഇല്ല മോനെ. നിനക്കിട്ട് നല്ല തല്ലി വെച്ച് തരും. എന്റെ 10-40 വർഷത്തെ അധ്വാനം കൊണ്ടാണ് നീ പോയത്. എവിടെയാ പൈസ? ആ പൈസ ഇങ്ങ് എടുക്കാൻ പറയണേ. പെട്ടെന്ന് സുധീന്ദ്രൻ പറഞ്ഞു, പൈസ എൻ്റെ കയ്യിൽ ഇല്ല അച്ഛാ. പൈസ നിന്റെ കയ്യിൽ ഇല്ലേ? പിന്നെ അത് എവിടെ പോയി? അച്ഛാ അത് പിന്നെ മര്യാദയൊക്കെയാ ഞാൻ ഇത്ര സമയം നിന്നോട് ചോദിച്ചേ. പൈസ എവിടെയെന്ന് ചോദിച്ചേ. മര്യാദയ്ക്ക് എന്റെ പൈസ ഒന്നാണ്. ഇപ്പൊ ഈ നിമിഷം എനിക്ക് എന്റെ പൈസ കിട്ടണമെന്ന് പറയാ. ഇത് കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുക ചന്ദ്രമതി സുധീന്ദ്രൻ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എങ്ങനെ അച്ഛന് പൈസ കൊടുക്കും? പൈസ കൊടുത്തിട്ട് ആകെപ്പാടെ പ്രശ്നമാവും. എങ്ങനെ സത്യങ്ങളൊക്കെ തുറന്നു പറയും? പെണ്ണ് പറ്റിച്ചുകൊണ്ട് പോയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഓർത്ത് എന്ത് ചെയ്യണമെന്ന് നടുങ്ങി തരിച്ചിരിക്കുകയാണ് സുധീന്ദ്രൻ. അപ്പൊ തന്നെ നന്നായിട്ട് കിട്ടിയാലും സുധിയുടെ കവിളത്തൊക്കെ പാട് വീണായിരുന്നു. ചന്ദ്രമതിയെ കണ്ട് ഞെട്ടി വരച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പൊ ചന്ദ്രമതിക്കിട്ട് അടുത്ത് കിട്ടാൻ പോകുന്നത്. ഇനി ചന്ദ്രമതിനെ അവിടെ നിന്ന് ഇറക്കി വിടുന്നുണ്ട്, വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിടുന്നുണ്ട്. മേലായിന് വീട്ടിലേക്ക് കയറിയേക്കല്ല, നീ ഇവന്റെ കൂടെ അവിടെ എവിടെയാണ് വെച്ച പൊക്കോണം, ഇവൻ ജോലിക്ക് പോകുന്നിടത്ത് പൊക്കോണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് ആകെപ്പാടെ ഞെട്ടി വരച്ചിരിക്കുന്ന ചന്ദ്രമതി. അതിന്റെ വിശേഷങ്ങളൊക്കെ വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.